മുറ്റത്തിറങ്ങി ഇച്ചിരി വാഴയില എടുക്കണം. മഴയും പെയ്യുന്നുണ്ട്, അതാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. മഴ ഇച്ചിരി തോർന്നപ്പം പോയി വാഴയിലയൊക്കെ എടുത്തുകൊണ്ട് വന്നു. നമ്മുടെ ഒരു വാഴ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ ഒരു കൊലയുണ്ടായിരുന്നേ. കൊല വിളഞ്ഞതൊന്നുമില്ല. എന്തായാലും ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നു. മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചു. തേങ്ങ തിരുമ്മി അതിലേക്ക് ശർക്കര ചീവി ചേർത്ത് ഇളക്കിയൊക്കെ വെച്ചു. എന്നിട്ട് ഇലയിലോട്ട് മാവ് പരത്തി തേങ്ങയും ശർക്കരയും ചേർത്ത് മടക്കി ഒരു 7-8 ഇലയപ്പത്തിനുള്ളതെല്ലാം റെഡിയാക്കി വേകാനായിട്ട് വെച്ചു കേട്ടോ. ഇച്ചിരി ഏലക്കയൊക്കെ ചേർത്താൽ നല്ലതാണ്. ഞാൻ പക്ഷേ ഇതൊന്നും ചേർത്തില്ല. നമുക്ക് 2 ദിവസം കൊണ്ട് ഇവിടെ കറണ്ടൊന്നുമില്ല. നമുക്കെന്നല്ല, പൊതുവേ എല്ലായിടവും ഇപ്പം ഇതൊക്കെയാണല്ലോ പ്രശ്നം. സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂടൊക്കെ ആയിരുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസം മഴയൊക്കെ പെയ്തപ്പം കാണാനൊക്കെ നല്ല രസമായിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, ആകെപ്പാടെ കൊള്ളാം. പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ ഈ മഴയൊന്ന് മാറിക്കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അത്രമാത്രം ഈ മഴ കാരണം ബുദ്ധിമുട്ടി. അതൊക്കെ പോട്ടെ. അപ്പം നമ്മുടെ ഇലയപ്പമൊക്കെ ഒന്ന് റെഡിയായി കേട്ടോ. ഇലയപ്പം അങ്ങോട്ട് എടുത്ത് വെന്ത് വന്നപ്പം നല്ല മണമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ചൂടോടെ ഞാനും എൻ്റെ മീനാക്ഷി കൊച്ചും കൂടെ അങ്ങ് കഴിക്കാമെന്ന്. ഇനി ഇലയപ്പമൊക്കെ പ്ലേറ്റിലാക്കി ഒരു പഴയ സിനിമയൊക്കെ കണ്ട് ഞാനും എൻ്റെ മീനാക്ഷി കൊച്ചും കൂടെ അതങ്ങ് കഴിച്ചു. തണുപ്പായി കഴിഞ്ഞാൽ, മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ മീനാക്ഷിയും ചേട്ടൻ്റെ പഴയ ഷർട്ടൊക്കെ ഇടുന്നത് കേട്ടോ. ചേട്ടൻ്റെ ഷർട്ട് ഞങ്ങൾക്ക് 2 പേർക്കും വലുതായതുകൊണ്ട് നമുക്ക് വലുതായിട്ട് തണുപ്പൊന്നും ഏൽക്കത്തില്ല. വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.